മായിട്ടുള്ള രീതിയിൽ ഈ ഭീകരവാദികളെ നേരിടാൻ സാധിച്ചിട്ടുള്ളത് അവരുടെ ആയുധങ്ങളുടെ ബലം കൊണ്ട് മാത്രമല്ല. ആയുധങ്ങൾ ജവാന്മാരെ സംബന്ധിച്ചിടത്തോളം കളിപ്പാട്ടങ്ങളാണ്. അവർക്ക് ശക്തി നൽകുന്നത് ആയുധങ്ങൾ മാത്രമല്ല, ഈ നാട്ടിലെ ജനങ്ങളുടെ മനസ്സിന്റെ പിന്തുണയാണ്. ഇന്ന് ഈ നാട്ടിലെ ജനങ്ങളുടെ മനസ്സിന്റെ പിന്തുണ, ആ മനസ്സിന്റെ ശക്തി ഏറ്റവും ഉയർന്ന രൂപത്തിൽ ഈ നാട്ടിലെ ജവാന്മാരോടൊപ്പമാണ്. ആ മനഃശക്തിയാണ് ഈ രാജ്യത്തിന്റെ അതിർത്തികൾ കാക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജവാന്മാർക്ക് വിദേശ ശക്തികളുടെ ആക്രമണങ്ങളെ, അതിക്രമങ്ങളെ സമർത്ഥമായിട്ട് നേരിടാൻ അവർക്ക് പ്രേരണ നൽകുന്നത്. पड़ोस के देश के नेता, उनके हुक्मरान कहा करते थे 1000 साल लड़ेंगे, काल के भीतर कहां खो गए कहीं नजर नहीं आते हैं. ഈ അയൽ രാജ്യത്തിന്റെ ചില നേതാക്കന്മാർ പറയുമായിരുന്നു, ഞങ്ങൾ 1000 വർഷത്തെ യുദ്ധം ചെയ്യാൻ തയ്യാറാണ്. എവിടെ പോയി അവരുടെ യുദ്ധവീര്യം? അവരുടെ പരാക്രമം മുഴുവൻ ഈ കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ടിരിക്കുകയല്ലേ? और आज के हुक्मरान आतंकवादियों के आकाओं के लिखे हुए भाषण पढ़ करके कश्मीर के गीत गा रहे हैं. ഇപ്പോൾ അവിടുത്തെ നേതാവ് ഭീകരവാദികൾ എഴുതിയ പ്രസംഗം വായിച്ച് കാശ്മീരിന്റെ പാട്ടുകൾ പാടുകയാണ്. मैं आज यहां से सीधा सीधा पाकिस्तान की आवाम से बात करना चाहता हूं. उन हुक्मरानों से जो आतंकवादियों के आकाओं के लिखे हुए भाषण पढ़ते हैं. दुनिया को उनसे कोई अपेक्षा नहीं है, लेकिन मैं आज यहां से पाकिस्तान की आवाम से बात करना चाहता हूं. ഞാൻ ഇവിടെ നിന്ന് നേരിട്ട് പാകിസ്ഥാൻ ജനതയോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഭീകരവാദികളുടെ പ്രസംഗം വായിക്കുന്ന ആളുകളെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ടതില്ല. അവരെക്കുറിച്ച് ലോകത്തിനറിയാം. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. പകരം പാകിസ്ഥാനിലെ ജനതയോട് സംസാരിക്കാൻ ആഗ്രഹിക്കുക. मैं पाकिस्तान की आवाम को याद दिलाना चाहता हूं कि 1947 के पहले आपके पूर्वज भी इसी संयुक्त हिंदुस्तान की धरती को प्रणाम करते थे, इसी को अपनी मिट्टी मानते थे. और उस हिसाब से आपके उन पूर्वजों की याद दिलाते हुए मैं आज आपसे कुछ बातें कहना चाहता हूं. അവരോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, പാകിസ്ഥാനിലെ ജനതയോട് 1947 മുൻപ് നിങ്ങളുടെ പൂർവികർ അന്ന് ഒരുമിച്ച് നിന്നിരുന്ന വിഭജനത്തിന് മുൻപുള്ള ഈ നാടിനെ പ്രണമിച്ചുകൊണ്ടാണ് നിങ്ങളുടെ പൂർവികർ ജീവിച്ചിരുന്നത്. ആ ജനതയോട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുക. पाकिस्तान की आवाम अपने हुक्मरानों को जरा पूछे कि पीओके तो आपके पास है, आप उसको भी संभाल नहीं पाते. कभी पश्चिम बंगाल, पूर्वी पाकिस्तान जो आज का बांग्लादेश, वो भी आपके पास था, उसको भी संभाल नहीं पाए. आप सिंध को संभाल नहीं पा रहे हो, आप गिलगिट को नहीं संभाल पा रहे हो, आप पख्तूनिस को संभाल नहीं पा रहे हो, आप बलूचिस्तान को नहीं संभाल पा रहे हो. ये तो आपके पास है, आपका शासन है, आप इसको भी नहीं संभाल पाए हो. और आपको कश्मीर की बातें करके ये आपको गुमराह कर रहे हैं. आप पाकिस्तान की आवाम अपने नेताओं को जरा पूछे कि जो घर में है उनको तो ढंग से संभाल करके दिखाओ.
പാകിസ്ഥാനിലെ ജനങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, പറയാൻ ആഗ്രഹിക്കുകയാണ്. കാശ്മീരിലെ പാക് അധീന കാശ്മീർ, ആ പാക് അധീന കാശ്മീർ നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലേ? അവിടെ കാര്യങ്ങൾ നേരായ രീതിയിൽ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ബംഗ്ലാദേശ് നിങ്ങളുടെ കൈവശമായിരുന്നില്ലേ അന്നത്തെ കിഴക്കൻ പാകിസ്ഥാൻ? അവിടെ കാര്യങ്ങൾ നേരായ രീതിയിൽ എന്തുകൊണ്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല? സിന്ധ് നിങ്ങളുടെ ഭാഗമല്ലേ? അവിടെ എന്തുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല? ഗിൽഗിത് നിങ്ങളുടെ ഭാഗമല്ലേ? എന്തുകൊണ്ട് അത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല? പക്തൂണിസ്ഥാൻ നിങ്ങളുടെ ഭാഗമല്ലേ? എന്തുകൊണ്ട് അവിടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല? ബലൂചിസ്ഥാൻ നിങ്ങളുടെ ഭാഗമല്ലേ? അവിടെ കാര്യങ്ങൾ നേരായ രീതിയിൽ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? പാകിസ്ഥാനിലെ ജനങ്ങളെ, അവിടുത്തെ നേതൃത്വം കാശ്മീരിന്റെ പേര് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അതുകൊണ്ട് പാകിസ്ഥാനിലെ ജനങ്ങളോട്, ആ ജനതയോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ നേതാക്കന്മാരോട് ചോദിക്കണം. നമ്മുടെ കൈവശമുള്ള പ്രദേശങ്ങൾ പോലും, ആ പ്രദേശങ്ങൾ പോലും നേരായ രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കാത്ത നിങ്ങൾ കാശ്മീരിന്റെ പേര് പറഞ്ഞ് ഞങ്ങൾ വിഡ്ഢികളാക്കുകയല്ലേ? पाकिस्तान की आवाम अपने हुक्मरानों को जरा पूछे कि दोनों देश एक साथ आजाद हुए, क्या कारण है कि हिंदुस्तान दुनिया में सॉफ्टवेयर एक्सपोर्ट करता है और आपके हुक्मरान टेररिस्टों को एक्सपोर्ट करते हैं? क्या कारण है? പാകിസ്ഥാനിലെ ജനത അവരോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ നേതാക്കന്മാരോട് ചോദിക്കണം. നമ്മൾ ഈ രണ്ട് രാജ്യങ്ങളും ഒരേ കാലത്ത്, ഒരേ സമയത്ത് സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങളാണ്. എന്തുകൊണ്ട് ഇന്ത്യ വിവര സാങ്കേതിക വിദ്യയുടെ മേഖലയിൽ, IT മേഖലയിൽ ഇന്ത്യ കയറ്റുമതി നടത്തുന്നു, വിവര സാങ്കേതിക വിദ്യ കയറ്റുമതി നടത്തുന്നു. പാകിസ്ഥാൻ ഭീകരവാദികളെ കയറ്റുമതി നടത്തുന്നു. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് നിങ്ങളുടെ നേതാക്കന്മാരോട് ചോദിക്കണം. पाकिस्तान की आवाम से मैं कहना चाहता हूं, आपको गुमराह करने के लिए आपके हुक्मरान 1000 साल तक हिंदुस्तान से लड़ने की बातें करते हैं. आज दिल्ली में ऐसी सरकार बैठी है, मैं आपकी इस चुनौती को स्वीकार करने के लिए तैयार हूं. നിങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നിങ്ങളുടെ നേതൃത്വം 1000 വർഷക്കാലത്തെ യുദ്ധത്തെക്കുറിച്ച് വാചകമടിക്കുന്നു. ഡൽഹിയിൽ കേന്ദ്രത്തിലെ സർക്കാർ ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണ്. पाकिस्तान की आवाम, मैं आपको कहना चाहता हूं, हिंदुस्तान आपसे लड़ाई लड़ने को तैयार है. आओ, हिम्मत हो तो लड़ाई उस बात की लड़े. आइए हम गरीबी को खत्म करने का काम करें. आप अपने देश में गरीबी को खत्म करने का काम करें. हम दोनों लड़ाई लड़े. देखते हैं सबसे पहले अपने देश की गरीबी कौन खत्म करता है. आओ, पाकिस्तान की आवाम इसको पसंद करेगी. പാകിസ്ഥാനിലെ ജനതയോട് പറയാൻ ആഗ്രഹിക്കുന്നു, നമുക്കൊരുമിച്ച് ഈ യുദ്ധത്തിലേക്ക് നീങ്ങാം. ഈ രണ്ട് രാജ്യങ്ങളിലെയും ദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള യുദ്ധം, അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ, ആ യുദ്ധത്തിൽ ആരാണ് മുന്നോട്ട് വരിക, ആരാണ് മുന്നിലെത്തുക, ആരാണ് അതിൽ വിജയിക്കുക എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു പരിശ്രമം നടത്താം എന്ന് പാകിസ്ഥാനിലെ ജനങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. पाकिस्तान के नौजवान, आओ लड़ाई लड़े. पहले हिंदुस्तान बेरोजगारी खत्म करता है कि पहले पाकिस्तान बेरोजगारी खत्म करता है? आओ बेरोजगारी को खत्म करने की लड़ाई लड़े और देखें पहले कौन जीतता है. പാകിസ്ഥാനിലെ ചെറുപ്പക്കാരോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, തൊഴിലില്ലായ്മക്കെതിരായിട്ടുള്ള യുദ്ധം, ആ യുദ്ധത്തിന് നമുക്ക് തുടക്കമിടാം. പാകിസ്ഥാനിലെ തൊഴിലില്ലായ്മ ഇല്ലാതാക്കാൻ ആദ്യം കഴിയുമോ, ഇന്ത്യയിലെ തൊഴിലില്ലായ്മ ഇല്ലാതാക്കാൻ ആദ്യം കഴിയുമോ എന്നുള്ളതിൽ നമുക്കൊരു ശ്രമം നടത്താം. ആദ്യം തൊഴിലില്ലായ്മ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള യുദ്ധം നമുക്ക് നടത്താം. मैं पाकिस्तान के उन छोटे छोटे बालकों से बात करना चाहता हूं. आइए
हम अशिक्षा के खिलाफ लड़ाई लड़े, पाकिस्तान भी अशिक्षा को खत्म करने के लिए लड़ाई लड़े, हिंदुस्तान भी अशिक्षा को खत्म करने के लिए लड़ाई लड़े। और देखे पहले हिंदुस्तान जीतता है कि पहले पाकिस्तान जीतता है। पाकिस्तान